9 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ഭവൻ ഉത്തരവിറക്കി. മലയാളിയായ കെ കൈലാഷ് നാഥൻ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകും. മണിപ്പൂരിന്റെ അധിക ചുമതല നൽകി ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറാക്കി നിയമിച്ചു. കനത്ത മഴയിൽ ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. മരിച്ചവരിൽ മലയാളിയും. കൂടുതൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നതായും സംശയം. കർണാടക ഷിരൂരിലെ തെരച്ചിൽ ഇന്ന് 13ാം ദിനം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ പുഴയുടെ ആഴങ്ങളിൽ ഇന്നലെ പരിശോധന നടത്തി. പ്രതിസന്ധിയായി കനത്ത കുത്തൊഴുക്ക്. സാധ്യമായ മാർഗങ്ങളെല്ലാം പരീക്ഷിച്ചെന്ന് കാർവാർ MLA സതീഷ് സെയിൽ. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ഹീമോഫീലിയ ചികിത്സയിൽ രാജ്യത്തിന് മാതൃകയായി കേരളം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എസിമിസിമാബ് മരുന്ന് സൗജന്യമായി നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത്തരമൊരു തീരുമാനം ഒരു സംസ്ഥാനം കൈക്കൊള്ളുന്നത് രാജ്യത്താദ്യം. വിലയേറിയ എമിസിസിമാബ് മരുന്ന് സൗജന്യമാക്കുന്നതോടെ ഇതിന്റെ പ്രയോജനം ലഭിക്കുക 300ഓളം കുട്ടികൾക്ക്. വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെന്ന് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ. സയൻസ് ഗ്രൂപ്പുകളിലടക്കം വിദ്യാർത്ഥികളുടെ കുറവുണ്ട്. തൊഴിൽ സാധ്യത കൂടി തേടിയാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്നതെന്നും DC. ഗുരുവായൂർ സമഗ്ര മാസ്റ്റർ പ്ലാനിന് സർക്കാർ അനുമതി. ഗുരുവായൂർ ക്ഷേത്രത്തിനടക്കം പ്രാധാന്യം നൽകി 15 വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതികൾക്കാണ് അനുമതി. സമീപ പ്രദേശങ്ങളുടെ വികസനത്തിനായി ടെമ്പിൾ കോർ സോൺ, പിൽഗ്രിം ആക്ടിവിറ്റി സോൺ, മിക്സഡ് സോൺ എന്നിങ്ങനെയാണ് പദ്ധതികൾ വേർതിരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാനിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വികസനത്തിനും വലിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നത്. PSC കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയത് മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടിയെന്ന് BJP നേതാവ് MT രമേശ്. BJPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു MT രമേശ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് പ്രമോദ് പണം വാങ്ങിയതെന്നും CPM-നെയും സർക്കാരിനെയും നിയന്ത്രിക്കുന്നത് റിയാസ് ആണെന്ന് MT രമേശ് പറഞ്ഞു. വൈക്കം തലയോലപ്പറമ്പിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ 50ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് എറണാകുളം ഈരാറ്റുപേട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്. വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നും നാട്ടുകാർ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ന്യൂസിലൻഡിനെ 2-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ചു. ഗോൾ നേടി മൻദീപും വിവേകും മൻപ്രീത് സിംഗും. ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായി മനു ഭാക്കർ ഇന്നിറങ്ങും. ഫൈനൽ പോരാട്ടം ഉച്ചകഴിഞ്ഞ. ബാഡ്മിന്റൺ സിംഗിൾസിൽ PV സിന്ധുവും H പ്രണോയ്ക്കും ആദ്യ മത്സരം. ഷൂട്ടിംഗിലും തുഴച്ചിലും ടേബിൾ ടെന്നീസിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം. ഒളിമ്പിക്സ് നീന്തലിൽ റെക്കോർഡ് സ്വർണ്ണ നേട്ടവുമായി ഓസ്ട്രേലിയൻ വനിതകൾ. 4x400 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേ നീന്തലിൽ ഓസ്ട്രേലിയയുടെ തുടർച്ചയായ 4ാം ഒളിമ്പിക് സ്വർണം. മത്സരത്തിൽ അമേരിക്ക വെള്ളി മെഡലും ചൈന വെങ്കലവും സ്വന്തമാക്കി. അരങ്ങേറ്റം ഗംഭീരമാക്കി പ്രീതി പവാർ. പാരീസ് ഒളിമ്പിക്സ് ബോക്സിംഗിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച ഇന്ത്യൻ താരം പ്രീതി പവാർ യോഗ്യതാ റൗണ്ടിൽ വിയറ്റ്നാമിന്റെ കീം ആനിനെ പരാജയപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ 1ാം T20 ഇന്ത്യക്ക് 43 റൺസിന്റെ തകർപ്പൻ ജയം. 213 റൺസ് പിന്തുടർന്ന ആതിഥേയർ 170 ഓൾ ഔട്ട്. സൂര്യകുമാർ യാദവ് കളിയിലെ താരം. 2ാം മത്സരം ഇന്ന് വൈകിട്ട് 7-ന്. ഒളിമ്പിക്സ് തുഴച്ചിലിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരം ബൽരാജ് പൻവാർ. റെപ്പേഷെ റൗണ്ട് പോരാട്ടം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം. ഹീറ്റ്സിൽ ആദ്യ 2 സ്ഥാനത്തെത്തുന്നവർ ക്വാർട്ടറിൽ. ഒളിമ്പിക്സ് ടെന്നീസിൽ സൂപ്പർ താരങ്ങൾ മുന്നോട്ട്. നൊവാക് ജോക്കോവിച്ചിനും ക്ലോസ് അൽക്കറാസിനും ജയത്തുടക്കം. ഡബിൾസിൽ അൽക്കറാസ് നദാൽ സഖ്യം 2ാം റൗണ്ടിൽ.
ഒളിമ്പിക്സ് ഫുട്ബോളിൽ ജയത്തോടെ തിരിച്ചെത്തിയ അർജന്റീന ഇറാഖിനെ 1-3 ഗോളിന് തകർത്തു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ ഏഷ്യ കപ്പിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ. ഫൈനലിൽ എതിരാളികൾ ആതിഥേയരായ ശ്രീലങ്ക. മത്സരം ഇന്ന് വൈകിട്ട് 3 മണിക്ക്. ബ്രസീലിയൻ വണ്ടർ കിഡ് എൻട്രിക്കിനെ അവതരിപ്പിച്ച സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ്. താരം റയലിന്റെ 16ാം നമ്പർ ജേഴ്സി അണിയും. എൻട്രിക് 2023 വരെ ക്ലബിൽ തുടരും. അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്താൻ തീരുമാനം. ജയിൽ, ഫോറസ്റ്റ് ഗാർഡുകളായും സംസ്ഥാന പോലീസുമായിരിക്കും അഗ്നിവീറുകൾക്ക് സംവരണം ഏർപ്പെടുത്തുക. ബി.ജെ.പി. സഖ്യകക്ഷികളായ ജെ.ഡി.യുവും ലോക ജനശക്തി പാർട്ടിയും പദ്ധതി അവലോകനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അരുണാചൽ പ്രദേശ് സർക്കാരും അഗ്നിവീറുകൾക്ക് സംവരണം പ്രഖ്യാപിച്ചു. രാജ്യത്ത് തലയിലും കഴുത്തിലും അർബുദം ബാധിച്ചവർ 26% പഠനം. ലോകമെമ്പാടുമുള്ള 1869 അർബുദ രോഗികളിലാണ് പഠനം നടത്തിയത്. വർദ്ധിച്ചുവരുന്ന പുകയില ഉപയോഗവും പാപ്പിലോമ വൈറസ് അണുബാധയും കാരണം തലയിലും കഴുത്തിലും ഉണ്ടാകുന്ന ക്യാൻസർ കേസുകൾ ഇന്ത്യയിൽ വർദ്ധിച്ചുവെന്ന് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ആശിഷ് ഗുപ്ത. വായിൽ ക്യാൻസർ ഉണ്ടാകുന്ന 80 മുതൽ 90% ആളുകളും പുകയില ഉപയോഗിക്കുന്നതായും കണ്ടെത്തൽ. കശ്മീരിലേക്ക് 2000 BSF ജവാന്മാരെ വിന്യസിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒഡീഷയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും. BSFന്റെ 2 ബറ്റാലിയനുകളെ റിയാസി, കിഷ്ത്വാർ, കത്വ എന്നിവിടങ്ങളിലേക്കും അയക്കും. സൽമാൻ ഖാന്റെ വീടിന് മുന്നിൽ വെടിവെപ്പ് നടന്ന സംഭവത്തിൽ 2 പേർക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ച മുംബൈ കോടതി. അൻമോൻ ലാവിന്ദർ സിംഗ്, ബിഷ്ണോയ്, രോഹിത് ഗുദര എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന നീതി ആയോഗ് യോഗം. ഇത് മാറ്റങ്ങളുടെയും അവസരങ്ങളുടെയും ദശാബ്ദമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള പുരോഗതിയുടെ ചവിട്ടുപടിയാണിതെന്നും മോദി. നമ്മൾ നീങ്ങുന്നത് ശരിയായ ദിശയിൽ നിന്നും യോഗത്തിൽ. ഇന്ത്യ സഖ്യത്തിലെ 6 മുഖ്യമന്ത്രിമാർ യോഗം ബഹിഷ്കരിച്ചു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരുടെ യോഗ ബഹിഷ്കരണം ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച്. മൈക്ക് ഓഫ് ചെയ്തെന്ന് മമതാ ബാനർജി. നീതി ആയോഗ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബംഗാൾ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത് ഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 9ാം ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ നിന്ന്. സംസാരിക്കാൻ അനുവദിച്ചില്ല, മൈക്ക് ഓഫ് ചെയ്തു. അപമാനിക്കപ്പെട്ടതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുവെന്ന് വിശദീകരണവും നൽകി. നീതി ആയോഗ് യോഗത്തിൽ മമതാ ബാനർജിയുടെ മൈക്ക് ഓഫായ ആരോപണത്തിൽ വിശദീകരണവുമായി കേന്ദ്ര ധനമന്ത്രി. മമതാ ബാനർജി മനഃപൂർവ്വം കള്ളം മെനഞ്ഞെടുക്കുകയാണ്, സംഭവം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മമത യോഗത്തിൽ പങ്കെടുത്ത ബംഗാളിനെയും പ്രതിപക്ഷത്തെയും പ്രതിനിധാനം ചെയ്ത് സംസാരിച്ചതിൽ സന്തോഷമുണ്ടായിരുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ. തമിഴ്നാട്ടിലെ 60ഓളം കോളേജുകൾക്ക് അഫിലിയേഷൻ നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. നടപടി ഒരു പ്രൊഫസറിന് ഒരേ സമയം 1-ലധികം കോളേജുകളിൽ നിയമനം നടത്തിയ സംഭവത്തിൽ 2000-ലധികം തസ്തികകളിലായി 211 പ്രൊഫസർമാരെ ഒരേ സമയം വിവിധ തസ്തികകളിൽ നിയമിച്ചതായും കണ്ടെത്തൽ. മുംബൈയിൽ യുവതിയെ കുത്തിക്കൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളി. ആൺ സുഹൃത്തിനായി അന്വേഷണം. യശസ്വി ഷിൻഡെ എന്ന 20-കാരിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ ശരീരത്തിൽ 1-ലധികം മുറിവുകളും കുത്തേറ്റ പാടുകളും ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം. ഗുജറാത്തിൽ ഇതുവരെ 39 ചാന്ദിപുര വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ. 13 പേർ നിരീക്ഷണത്തിൽ. 15 വയസ്സിന് താഴെയുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ആരോഗ്യ വിഭാഗം. രോഗം പടരാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച ഇതുവരെ മരിച്ചത് 11 പേർ. ബി.ജെ.പി. മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ എന്നിവർ യോഗത്തിൽ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം എന്നിവ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലും നടത്തും.
രാഹുൽ ഗാന്ധിക്ക് പുതിയ വസതി. ഡൽഹി സുനോരി ബാഗ് റോഡിലെ 5-ാം നമ്പർ ബംഗ്ലാവ് അനുവദിച്ച് പാർലമെന്റിന്റെ ഹൌസിംഗ് കമ്മിറ്റി. ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ടൈപ്പ് 8 ബംഗ്ലാവ് അവകാശപ്പെട്ടു. എന്നാൽ രാഹുൽ താമസം മാറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജവാന്മാർക്ക് ടെലികോം കണക്ടിവിറ്റി. കാർഗിലിൽ മൊബൈൽ കണക്ടിവിറ്റി ലഭ്യമാക്കി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. മൊബൈൽ കണക്ടിവിറ്റി ലഭ്യമാക്കിയത് കാർഗിൽ വിജയ ദിവസമായിരുന്നു. മഞ്ഞുമൂടി കൊടുമുടിക്ക് മുകളിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ജവാന്റെ ചിത്രം ലോകത്തോട് പങ്കുവച്ച് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 85-ാം സ്ഥാനത്ത് ഇന്ത്യൻ പാസ്പോർട്ട്. 58 രാജ്യങ്ങളിലേക്കാണ് മുൻകൂർ അനുമതിയില്ലാതെ ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാനാകുന്നത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് പട്ടിക പുറത്തുവിട്ടത്. ലോകത്തിലെ യാത്രാ വിവരങ്ങളുടെ ഡാറ്റാബേസ് സൂക്ഷിക്കുന്ന ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമാണ് പട്ടിക തയ്യാറാക്കിയത്. കന്യാകുമാരിയിൽ വേശ്യാലയം നടത്തുന്നതിന് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി. പ്രായപൂർത്തിയായവർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നടപടികളെ ന്യായീകരിച്ചതിലാണ് കോടതിയുടെ വിയോജിപ്പ്. ജസ്റ്റിസ് ബി പുഗലേന്തിയുടെ ബെഞ്ചാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. തന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച് കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം. ജനപ്രീതിയിൽ ട്രംപും കമലാ ഹാരിസും ഒപ്പത്തിനൊപ്പമെന്ന് സർവേ. വാൾ സ്ട്രീറ്റ് ജേണൽ സർവേ പ്രകാരം കമലാ ഹാരിസും ട്രംപും തമ്മിൽ 2% വോട്ടിന്റെ വ്യത്യാസം. US-ൽ നാടുകടത്തൽ ഭീഷണി നേരിട്ട 2.5 ലക്ഷത്തോളം ഇന്ത്യൻ അമേരിക്കൻ കുടിയേറ്റക്കാർ. US വിടാൻ നിർബന്ധിതരാക്കുന്നത് നിയമപരമായി കുടിയേറിയ ഇന്ത്യക്കാരുടെ കുട്ടികൾ. മാതാപിതാക്കൾക്കൊപ്പം US-ലേക്ക് കുടിയേറിയ ഇവർക്ക് 21 വയസ്സ് തികയുന്നതോടെ ആശ്രിത വിസയിൽ താമസിക്കാനുള്ള പ്രായപരിധി അവസാനിക്കും. മരുഭൂമിയാൽ ചുറ്റപ്പെട്ട റിയാദിനെ പച്ചയണിയിക്കാനൊരുങ്ങി റിയാദ് റോയൽ കമ്മീഷൻ. ഗ്രീൻ റിയാദിന്റെ ഭാഗമായിട്ടാണ് സൗദി തലസ്ഥാനത്ത് 43 ലക്ഷം ചതുരശ്ര മീറ്റർ വലുപ്പമുള്ള പാർക്ക് നിർമ്മിക്കുന്നത്. രാഷ്ട്രസ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ പേരിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. 36 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. മുസ്ലിങ്ങൾ മറ്റു മതങ്ങളിലെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് റഷ്യ ഒരു ബഹുവംശ രാജ്യമാണെന്നും എല്ലാ മതാനുയായികളും ഒരേ പരിഗണനയോടെ പെരുമാറുന്നത് നിർണായകമെന്നും ഔദ്യോഗിക വക്താവ്. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങളെ മുൻനിർത്തി അനുവദിക്കാനാവില്ലെന്നും റഷ്യ. നൂറുകണക്കിന് പലസ്തീനികൾ ഖാൻ യൂണിസിൽ കുടുങ്ങിക്കിടക്കുന്നതായി UN-ന്റെ ഹ്യൂമാനിറ്റേറിയൻ ഏജൻസി റിപ്പോർട്ട് സഹായമെത്തിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം പ്രവേശനം നിഷേധിച്ചു. പട്ടിണിയും പകർച്ചവ്യാധികൾ പടരുമോ എന്ന ഭയം മൂലവും അഭയാർത്ഥികൾ പ്രതിസന്ധിയിലെന്നും ഏജൻസി. ഗസയിലേക്ക് എത്തിയിരുന്ന സഹായങ്ങളിലും ഏകദേശം 56% കുറവ് സംഭവിച്ചതെന്നും ഏജൻസി. പീഡനത്തിന് ജയിലിൽ കഴിയുന്ന ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയ്ൻസ്റ്റീൻ ആശുപത്രിയിൽ. വെയ്ൻസ്റ്റീനെ ജയിൽ വാർഡിലേക്ക് മാറ്റിയത് കോവിഡ് അടക്കം നിരവധി രോഗങ്ങൾ വന്നതിനെ തുടർന്ന്. മീറ്റു പ്രസ്ഥാനം ആരംഭിച്ചതും ഹാർവി വെയ്ൻസ്റ്റീനിൽ നിന്നുമാണ്. ന്യൂയോർക്ക്, കാലിഫോർണിയ എന്നിവിടങ്ങളിലും വെയ്ൻസ്റ്റീനെതിരെ പീഡന പരാതികൾ ഉയർന്നിരുന്നു. നെതന്യാഹുവിന്റെ പേരിലുള്ള അറസ്റ്റ് വാറണ്ടിൽ എതിർപ്പ് പിൻവലിച്ച് UK. തീരുമാനം US സമ്മർദ്ദത്തെ മറികടന്ന്. നെതന്യാഹു കൂടാതെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അടക്കം 6 പേർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ആരോപണം ഗസയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ മറികടന്ന് ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച UK-യിലെ നിലപാട് മാറ്റം ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന്. മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക്കിന്റെ പ്രാരംഭ ഓഹരി വിൽപ്പന ഓഗസ്റ്റ് 2-ന്. റിപ്പോർട്ട് അനുസരിച്ച് $420 മുതൽ $440 കോടി മൂല്യം കണക്കാക്കിയാണ് ഓഹരി വിൽപ്പന. ഓഗസ്റ്റ് 6-ന് IPO അവസാനിക്കും. ഓഗസ്റ്റ് 9-നാണ് ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ആദ്യ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി ഓല മാറും.
സാങ്കേതിക തകരാറിനെ തുടർന്ന് 4 ലക്ഷം സ്കൂട്ടറുകൾ തിരിച്ചുവിളിച്ച സുസുക്കി. തിരിച്ചുവിളിച്ചത് 2,63,788 യൂണിറ്റ് ആക്സസ്, 72,025 യൂണിറ്റ് ബർഗാൻമർ, 52,578 യൂണിറ്റ് അവനീസ് എന്നിവ. പ്രശ്നങ്ങൾ കണ്ടെത്തിയത് ഇഗ്നീഷൻ കോയിലുമായി ബന്ധിപ്പിച്ച ഹൈ ടെൻഷൻ കോഡിൽ. ഓഹരി വിപണിയിൽ റെക്കോർഡ് ഉയരത്തിലെത്തി LIC. ഇന്നലെ LIC ഓഹരി വിപണിയുടെ വ്യാപാരം അവസാനിച്ചത് 1,190 രൂപയിൽ. ഇതോടെ LICയുടെ വിപണി മൂല്യം 7,34,000 കോടിയിലധികം. ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് 15,000 രൂപ ഓഫർ നൽകി ബ്രാൻഡ്. വില കുറച്ചത് ഹാർലിയുടെ വിവിഡ് പതിപ്പിന്. ഓഗസ്റ്റ് 15 വരെയാണ് കമ്പനി ബൈക്കിന് ഓഫർ നൽകിയിരിക്കുന്നത്. ഓഫർ നൽകിയത് ഇന്ത്യൻ വിപണിയിൽ പ്രതീക്ഷിച്ച വിൽപ്പന ലഭിക്കാതായതോടെ. റോയൽ എൻഫീൽഡിന്റെ ഗറില്ല 450 ലോഞ്ച് ചെയ്തതും ഹാർലി ഡേവിഡ്സണിന് തിരിച്ചടിയായെന്ന് റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ വലിയ തോതിൽ വിറ്റഴിച്ച് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. വിറ്റഴിക്കുന്നത് ഡെറിവേറ്റീവ് ട്രോണുകളിലും ഇക്വിറ്റി നിക്ഷേപങ്ങളിൽ നിന്നുള്ള മൂലധന നേട്ടത്തിലും സർക്കാർ നികുതി ഉയർത്തിയതോടെ ബജറ്റിന് ശേഷം പോർട്ട്ഫോളിയോ നിക്ഷേപകർ 3 ദിവസം കൊണ്ട് പിൻവലിച്ചത് 10,710 കോടി രൂപ. തെരഞ്ഞെടുക്കപ്പെട്ട ഡീലർമാരിൽ നിന്നും ബുക്കിംഗ് ആരംഭിച്ച മഹീന്ദ്ര താർ റോക്സ് 5 ഡോർ. ഓഗസ്റ്റ് 15-നാണ് മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ താറിന്റെ 5 ഡോർ പതിപ്പ് വിൽപ്പന ആരംഭിക്കുന്നത്. 18 ലക്ഷം മുതൽ 23 ലക്ഷം വരെയാണ് താറിന്റെ വില പ്രതീക്ഷിക്കുന്നത്. താർ റോക്സ് എത്തുന്നതോടെ ഇന്ത്യൻ വിപണിയിൽ ഫോഴ്സ്, ഗൂർഖ, മാരുതി സുസുക്കി, ജിമ്മി എന്നിവയുമായി കടുത്ത മത്സരവും നടക്കും. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ പുത്തൻ കാർണിവൽ ഒക്ടോബറിൽ വിൽപ്പനയ്ക്കെത്തും. കമ്പനി ലക്ഷ്യമിടുന്നത് ദീപാവലി സീസൺ തൊട്ടു മുൻപ് വണ്ടിയുടെ ഡെലിവറി നടപടികൾ ആരംഭിക്കാൻ. ഒരു കംപ്ലീറ്റ്ലി ബിൽറ്റ് അപ്പ് യൂണിറ്റ് ആയതിനാൽ കിയ കാർണിവലിന് 50 ലക്ഷത്തിന് മുകളിലായിരിക്കും വില. 2023 ഓട്ടോ എക്സ്പോയിൽ KA4 കൺസെപ്റ്റായി പുതിയ കാർണിവലിനെ അവതരിപ്പിച്ചിരുന്നു. ഭിന്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനൊരുങ്ങിയ ISRO തയ്യാറെടുക്കുന്നത് 2029 ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്ന അപ്പർഫിസ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ. യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രഖ്യാപിച്ച റാംസസ് ദൗത്യത്തിൽ സഹകരിക്കാനാണ് ISROയുടെ തീരുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തിൽ യൂണിറ്റ് ആരംഭിക്കുന്നു. കൊച്ചി ഇൻഫോ പാർക്കിലെ ഫേസ് 1-ലുള്ള ലുലു സൈബർ ടവറിലാണ് 20,000 ചതുരശ്ര അടി സ്ഥലം കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. 250ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണിത്. മാരിടൈം രംഗത്ത് രാജ്യത്തിന്റെ ഹബ്ബായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നാണ് MSCയുടെ വരവെന്ന് മന്ത്രി P. രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു. നാവികസേനയിൽ നിന്നും ഷാലോ വാട്ടർ ക്രാഫ്റ്റിലെ സോണാറുകളിലെ നൂതന ട്രാൻസ് എലമെന്റുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഓർഡറുകൾ നേടി കെൽട്രോൺ. 17 കോടിയുടെ സുപ്രധാന ഓർഡറാണ് കെൽട്രോൺ നേടിയത്. സമുദ്രത്തിനടിയിലുള്ള ശബ്ദ തരംഗങ്ങളിലൂടെ മറ്റ് കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ ഹൈഡ്രോഫോണുകളുടെ പ്രധാന ഘടകമാണ് ട്രാൻസ്ഡ്യൂറുകൾ. പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നും KECL-ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓർഡറാണിത്. എറണാകുളം കോതമംഗലത്ത് കാട്ടാനശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾക്ക് തുടക്കം കുറിച്ച് വനം വകുപ്പ്. കാട്ടാനകളെ പുഴ കടത്തി തിരിച്ച് ഉൾവനത്തിലേക്ക് കടത്തിവിടുന്ന നടപടികൾ ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നു. ഫ്രഞ്ച് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ ഒരുക്കാൻ വനം വകുപ്പ് തയ്യാറാകണമെന്ന് പഞ്ചായത്ത് അധികൃതർ. ഇടുക്കി പീരുമേട് ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. മേഖലയിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു.
തൃശൂർ പുതുക്കാട് പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചതായി പരാതി. 30ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. എസ്റ്റേറ്റുകളിലെ റബ്ബർ തൈകൾ, വെയ്മൻ ഷെഡ്, ബാക്കുകൾ എന്നിവ കാട്ടാനാക്രമണത്തിൽ തകർത്തു. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധം. കോട്ടയം ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച പള്ളിക്കത്തോട് പഞ്ചായത്തിലെ NDA പ്രതിനിധികൾ. റോഡുകൾ പുനർനിർമ്മിക്കാൻ കരാർ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കളക്ടർക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും ജനപ്രതിനിധികൾ. നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ച തൃശൂരിലെ ആകാശപാത തുറന്നു നൽകുന്നില്ലെന്ന ആക്ഷേപം. പാത ജൂൺ മാസത്തിൽ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതി ലഭിക്കാത്തതാണ് പാത തുറക്കാൻ തടസ്സമെന്ന് കോർപ്പറേഷനിലെ പ്രതിപക്ഷം. മുൻ MLA-യും നാടകകൃത്തുമായ ജോർജ് ഫെർണാണ്ടസിന്റെ പ്രഥമ നോവൽ കനൽ കൊച്ചി പ്രകാശനം ചെയ്തു. പുസ്തകം മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയിൽ നിന്ന് സിനിമാ സംവിധായകൻ രാജീവ് രവി ഏറ്റുവാങ്ങി. 1970-കളിലെ കൊച്ചിയുടെ സമര പോരാട്ടങ്ങളാണ് പുസ്തകം ചർച്ച ചെയ്യുന്നത്. കൊല്ലം മടത്തറയിൽ ഇരുചക്ര വാഹനം മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തെന്മല സ്വദേശി അഭിലാഷാണ് പിടിയിലായത്. മടത്തറയിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന വാഹനമാണ് പ്രതി മോഷ്ടിച്ചത്. മുൻപും സമാനമായ രീതിയിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ കൂടാളി സ്വദേശി ഫെമിനിനെയാണ് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 54.37 ഗ്രാം കഞ്ചാവ് പിടികൂടി. മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കൊല്ലത്ത് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. തുളസീധരൻ, അരുൺ എന്നിവരാണ് ചവറ പോലീസിന്റെ പിടിയിലായത്. ചെട്ടിനാട് ഗ്രൂപ്പിന്റെ 200-ലധികം കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 298.21 കോടി രൂപയുടെ സ്വത്തുക്കളാണ് താൽക്കാലികമായി കണ്ടുകെട്ടിയത്. 2022-ലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി. മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ചെന്നൈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡയറക്ടറേറ്റ് ചെയ്ത FIR-ന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. പാലക്കാട് മണ്ണാർക്കാട് കല്ല് കയറ്റി വന്ന ലോറി മറിഞ്ഞു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും അലനല്ലൂരിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. ലോറിയിൽ കുടുങ്ങിയ 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇരുവരെയും പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ധാതുസമ്പത്തിന് നികുതി ഈടാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്ന സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി P. രാജീവ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് കോടതിയിലുള്ള മറ്റു കേസുകളിലും സമാനമായ വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷയെന്ന് മന്ത്രി. വിധി മറ്റു ഹർജികൾക്ക് ഊർജ്ജം പകരുമെന്നും വ്യവസായ മന്ത്രി. നിർണായക വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച്. സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളുടെ പാട്ട വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവ്. വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ 10% അടച്ചാൽ മതി. പിന്നീട് 2 വർഷം മൊറട്ടോറിയം നൽകും. പാട്ട കാലാവധി 90 വർഷമാക്കുമെന്നും വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്താനാണ് ഭേദഗതിയെന്നും മന്ത്രി P. രാജീവ്. തൃശൂർ വലപ്പാട്
വലപ്പാട് സാമ്പത്തിക തട്ടിപ്പ് പ്രതി ധന്യ മോഹന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. പ്രതി കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ന്യൂസ് മലയാളത്തോട്. തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം പ്രതി ഉപയോഗിച്ചത് ഓൺലൈൻ ട്രേഡിംഗിനും സുഹൃത്തുക്കൾക്ക് കടം നൽകുന്നതിനും. 2019 മുതൽ പ്രതി തട്ടിയെടുത്തത് 20 കോടിയോളം രൂപ. കാപ്പ നിയമലംഘനം നടത്തിയ പ്രതി അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കറുകച്ചാൽ സ്വദേശി മെൽബർട്ട് മാത്യുവാണ് പിടിയിലായത്. കൊലപാതക ശ്രമം, അടിപിടി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് ജയിലിൽ നിന്നും നാടുകടത്തി. ഉത്തരവ് ലംഘിച്ച് ജില്ലയിലേക്ക് കടന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടി. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ തുമ്പൂർ 33 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 7.7 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കാലവർഷത്തിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. KSEB ജീവനക്കാർ വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂരിൽ കുന്നംകുളം പെരുമ്പിലാവ് റോഡിലെ കുഴിയിൽ വീണ യാത്രികൻ മരിച്ച സംഭവത്തിൽ കേസെടുക്കണമെന്ന ആവശ്യവുമായി പരാതി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും അഭിഭാഷകനുമായ CB രാജീവാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. റോഡ് നന്നാക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണമെന്ന് പരാതിയിൽ. വലപ്പാട് സാമ്പത്തിക തട്ടിപ്പിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തറിഞ്ഞത് മൈക്രോസോഫ്റ്റ് തകരാറിനെ തുടർന്ന്. ധനകാര്യ സ്ഥാപനത്തിന്റെ സോഫ്റ്റ്വെയർ പിഴവുകളെക്കുറിച്ച് പ്രതിക്ക് വ്യക്തമായി അറിയാമായിരുന്നുവെന്ന അന്വേഷണ സംഘം. തട്ടിപ്പ് നടത്തിയത് സ്ഥാപനത്തിന് പേഴ്സണൽ ലോൺ പലിശയിലെ തുക വകമാറ്റി. സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്തു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ. മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിൻ നടത്താൻ തീരുമാനം. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. മാലിന്യമുക്തം നവകേരളം എന്ന പേരിലാണ് ക്യാമ്പയിൻ നടത്തുക. മുഖ്യമന്ത്രി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് ഉപാധ്യക്ഷനുമാകും സമിതി. സർക്കാർ നീക്കം ആമേഴഞ്ചാൻ ദുരിതത്തിന് പിന്നാലെ. നിപ വൈറസ് ബാധയിൽ മലപ്പുറത്തെ ആശങ്ക ഒഴിയുന്നു. സമ്പർക്ക പട്ടികയിലെ 4 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുതുതായി ആശുപത്രിയിൽ അഡ്മിറ്റായത് 7 പേർ. നിലവിൽ ചികിത്സയിലുള്ളത് 8 പേർ. സമ്പർക്ക പട്ടികയിലുള്ളത് 472 പേർ. പുതിയ ഫീച്ചറുകളുമായി ഗൂഗിൾ മാപ്പ്. ഇനി കൊച്ചി മെട്രോ ടിക്കറ്റും ഗൂഗിൾ മാപ്പ് വഴി എടുക്കാം. ഫ്ലൈ ഓവറുകൾ, ഇടുങ്ങിയ റോഡുകൾ എന്നിവ തിരിച്ചറിയാനും ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനുമുള്ള സംവിധാനവും പുതുതായി ഏർപ്പെടുത്തി. ആദ്യമായി ഇത് നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ. സപ്ലൈകോഡിൽ ഭേദഗതി വരുത്തി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. പുതിയ തീരുമാനം കണക്റ്റഡ് ലോഡിന്റെ അടിസ്ഥാനത്തിൽ കണക്ഷനുള്ള ഫീസ് ഈടാക്കാൻ. പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കണക്റ്റഡ് ലോഡിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് വേണ്ടാത്തവർക്ക് ചെലവ് കൂടും. പോസ്റ്റ്, വയർ തുടങ്ങിയ കണക്ഷനുകൾ വേണ്ട സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കിയിരുന്ന രീതിക്ക് ഇതോടെ മാറ്റം വരും. വിവാദങ്ങൾക്കിടെ തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെച്ചു. സനീഷ് ജോർജിന്റെ നീക്കം LDF അവിശ്വാസം കൊണ്ടുവരാനിരിക്കെ പിന്തുണച്ച പ്രസ്ഥാനം അവിശ്വാസം കൊണ്ടുവന്നതിനാൽ രാജിയെന്ന് സനീഷ് ജോർജ്. സനീഷ് ചെയർമാനായത് LDF പിന്തുണയോടെ. കൈക്കൂലി കേസിൽ 2ാം പ്രതിയായതോടെ CPM ഇടുക്കി ജില്ലാ നേതൃത്വവും LDFും രാജി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിരുന്നില്ല. വയനാട് ബാണാസുര സാഗർ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നു. ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ആദ്യഘട്ട മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചത് അധിക ജലം ഒഴുക്കിവിടുന്നതിനുള്ള പ്രാരംഭ നടപടിയുടെ ഭാഗമായി. തീരപ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. കൊച്ചിയിലെ മരട് കുണ്ടന്നൂർ ജംഗ്ഷന് സമീപമുള്ള ഗ്രാൻഡ് മെഡോസ് ഫ്ളാറ്റിൽ നിന്ന് പട്ടാപ്പകൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത് നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. വലിയ മോട്ടോർ ഉപയോഗിച്ചാണ് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് തള്ളിയത്. പല ദിവസങ്ങളിലും രാത്രിയിൽ മാലിന്യം തോട്ടിലേക്ക് തള്ളാറുണ്ടെന്നും കണ്ടെത്തൽ. വൈത്തിരി സ്വദേശിയിൽ നിന്ന് 6 ലക്ഷം തട്ടിയ കേസിൽ പ്രതി പിടിയിൽ. വയനാട് സൈബർ പോലീസ് പ്രതിയെ പിടികൂടിയത് തൃശൂരിൽ നിന്ന്. അറസ്റ്റിലായത് തൃശൂർ കിഴക്കേ കോടാലി സ്വദേശി TS ഹരികൃഷ്ണ ഓൺലൈനിലൂടെ പണം തട്ടി ക്രിപ്റ്റോ കറൻസിയാക്കി തട്ടിപ്പുകാർക്ക് കൈമാറുന്ന സംഘത്തിലെ പ്രധാന കണ്ണി.
കോട്ടയം വൈക്കത്ത് വയോധികയെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മോഷ്ടിച്ചത് ചേരും ചുവട് ഇടശ്ശേരിൽ ലില്ലിക്കുട്ടിയുടെ 7 പവന്റെ മാലയും വളയും. മോഷണം നടത്തിയത് യുവാവും യുവതിയുമെന്ന് പോലീസ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വയോധികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഹ്രസ്വദൂര ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾക്കായി നോൺ AC ബസ്സുകൾക്കുള്ള ടെൻഡർ ക്ഷണിച്ച KSRTC. 220 ബസ്സുകൾക്കാണ് KSRTC ടെൻഡർ ക്ഷണിച്ചത്. ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് ബസ്സുകളുടെ ഡിസൈൻ, നിർമ്മാണം, വിതരണം, ടെസ്റ്റിംഗ്, കമ്മീഷനിംഗ് എന്നിവയുൾപ്പെടെ. മലപ്പുറം കുറുവ മുത്തിയാർകുണ്ടിന് സമീപം ചെറുപുഴയിൽ നിർമ്മിച്ച തടയണകൾ നീക്കം ചെയ്ത് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ. തടയണ സ്ഥാപിച്ചത് അനധികൃത മത്സ്യബന്ധനത്തിനായി. തടയണകൾ നിർമ്മിച്ചത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞതുകൊണ്ട്. ഉദ്യോഗസ്ഥ നടപടി കേരള ഇൻലാൻഡ് ആൻഡ് അക്വാകൾച്ചർ നിയമം ലംഘിച്ചുള്ള മത്സ്യബന്ധനത്തെ തുടർന്ന്. കടലാക്രമണം ചെറുക്കാൻ പ്രത്യേക കേന്ദ്ര പദ്ധതി ആവശ്യമെന്ന് ആലപ്പുഴ ജില്ലാ വികസന സമിതി. നിർദ്ദേശമുയർന്നത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. തീരദേശ സംരക്ഷണത്തിനായി ശാസ്ത്രീയ പഠനം നടത്തി ഏകീകൃത പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന KC വേണുഗോപാൽ MP. അടിയന്തരമായി കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്ന H. സലാം MLAയും യോഗത്തിൽ. മലപ്പുറം തിരുനാവായ കുന്നുംപുറത്തെ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ കവർച്ച, സ്വർണ്ണാഭരണം മോഷണം പോയി. നഷ്ടമായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് N. നിത്യമോളുടെ മോതിരം. അന്വേഷണം തുടങ്ങി തിരൂർ പോലീസും വിരലടയാള വിദഗ്ധരും. പരിശോധന നടത്തി മലപ്പുറം ഡോഗ് സ്ക്വാഡ്. പ്രേക്ഷകരെ ആവേശത്തിലാക്കി ധനുഷിന്റെ 50ാം ചിത്രം. ആഗോളതലത്തിൽ റയൻ 23 കോടി രൂപയോളം നേടിയെന്ന് റിപ്പോർട്ട്. ഇന്നോളമുള്ള ധനുഷിന്റെ മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് രായന്റേതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ഉള്ളൊഴുക്ക് OTTയിൽ. ജൂൺ 21-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. ഉർവശിക്കും പാർവതി തിരുവോത്തിനും പുറമെ അലൻസിയർ, പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, ജയ കുറുപ്പ്, വീണ നായർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാജ് ആൻഡ് DKയുടെ നെറ്റ്ഫ്ലിക്സ് ആക്ഷൻ ഫാന്റസി സീരീസായ രക്ത് ബ്രഹ്മാണ്ടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. വരുൺ ധവാൻ, സമന്ത റുത് പ്രഭു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് ഈ വർഷം പുറത്തിറങ്ങും. സോഷ്യൽ മീഡിയയിൽ ചിരിപ്പിച്ചവർ ഇനി ബിഗ് സ്ക്രീനിൽ. സോഷ്യൽ മീഡിയ താരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം വാഴ ബയോപിക് ഓഫ് ദ ബില്യൺ ബോയ്സിന്റെ ടീസർ റിലീസ് ചെയ്തു. ചിത്രം ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലെത്തും. മാസ് ആക്ഷൻ ചിത്രവുമായി ഷെയ്ൻ നിഗം തമിഴിൽ. ഷെയ്നിന്റെ ആദ്യ തമിഴ് ചിത്രം മദ്രാസ്കാരൻ ടീസർ പുറത്തിറങ്ങി. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് മദ്രാസ്കാരൻ. വാലി മോഹൻദാസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കമൽഹാസൻ നായകനായി എത്തിയ ഇന്ത്യൻ 2 OTTയിലേക്ക്. ചിത്രം ഓഗസ്റ്റിൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗിനെത്തുമെന്ന് റിപ്പോർട്ട്. ജൂലൈ 12-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം 150 കോടി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെന്ന് റിപ്പോർട്ട്. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഹണ്ട് ഓഗസ്റ്റ് 9-ന് തിയേറ്ററുകളിലേക്ക്. ഹൊറർ ത്രില്ലർ ജോണറിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ഭാവന പ്രധാന കഥാപാത്രം. ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ K. രാധാകൃഷ്ണൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിഖിൽ ആനന്ദ്, സംഗീത സംവിധാനം കൈലാസ് മേനോൻ. E4 എന്റർടൈൻമെന്റ്സ് ചിത്രം കേരളത്തിലെത്തിക്കും. യോഗി ബാബുവിനെ നായകനാക്കി ചിമ്പു ദേവൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ബോട്ടിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രം ഒരുക്കിയിരിക്കുന്നത് സർവൈവൽ ത്രില്ലർ ഗണത്തിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി. ഓഗസ്റ്റ് 2-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്നും മാത്രം 21.5 കോടി രൂപ കളക്ഷൻ ചെയ്ത മാർവൽ ചിത്രം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ചിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് 11.7 കോടി രൂപയും ഹിന്ദി പതിപ്പ് 7.5 കോടി രൂപയും. തെലുങ്ക്, തമിഴ് പതിപ്പുകൾ ഓരോ കോടി വീതവും ബോക്സ് ഓഫീസിൽ നേടി.
കൂടെ പാടിയ ഗായികയ്ക്ക് 1.15 കോടി രൂപയുടെ കാർ സമ്മാനമായി നൽകി ഗായകൻ മിക സിംഗ്. 1.15 കോടി ഓൺ റോഡ് വില വരുന്ന മെഴ്സിഡസ് ബെൻസ് GLE മിക സമ്മാനിച്ചത് ഗായിക നിക്കി സിംഗിന്. മികയുടെ സംഘത്തിൽ ഏറെ നാളായി ഗായികയാണ് നിക്കി സിംഗ്. അംബാനി കല്യാണത്തിന്റെ സംഗീത നിശയിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ ഗാനങ്ങൾ ആലപിച്ചത്. റീ-റിലീസിൽ തരംഗമായി മോഹൻലാലിന്റെ ദേവദൂതൻ. ചിത്രം റീ-റിലീസ് ചെയ്തത് കേരളത്തിലെ 56 തിയേറ്ററുകളിൽ. മികച്ച പ്രതികരണത്തോടെ ദേവദൂതന്റെ പ്രദർശനം കേരളത്തിൽ 100 തിയേറ്ററുകളിലേക്ക് എത്തിച്ചു നിർമ്മാതാക്കൾ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസിന്റെ നേതൃത്വത്തിലാണ് ചിത്രം 4K നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഡയാന ഹമീദ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സൂപ്പർ സ്റ്റാർ കല്യാണി ഓണത്തിന് തിയേറ്ററുകളിലേക്ക്. രജീഷ് വി രാജ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ജീവൻ ടാക്കീസിന്റെ ബാനറിൽ AV ഗിബ്സൺ വിക്ടർ നിർമ്മിക്കുന്നു. ഹരിശ്രീ അശോകൻ, മാല പാർവതി, ജെയിംസ് ഏലിയ, ശ്രീജിത്ത് ബാബു, ശരൺ, ആതിര മാധവ്, ഗാഥ തുടങ്ങിയവർ മറ്റു വേഷങ്ങളിൽ. സംഗീത സംവിധാനം സുരേഷ് കാർത്തിക്കും വിപിൻ രാജ് ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. അജയ് ദേവ്ഗണിന്റെ സിംഗം അഗെയിൻ ദീപാവലി റിലീസിന് ഒരുങ്ങുന്നു. സിംഗം സീരീസിലെ പുതിയ ചിത്രത്തിൽ കരീന കപൂർ, അക്ഷയ് കുമാർ, ദീപിക പദുക്കോൺ, രൺവീർ സിംഗ്, അർജുൻ കപൂർ, ജാക്കി ഷറഫ്, ടൈഗർ ഷറഫ് തുടങ്ങി വൻ താരനിര. ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന്റെ സംവിധാനം രോഹിത് ഷെട്ടി. സൂര്യയുടെ ഹിറ്റ് ചിത്രം സിംഗത്തിന്റെ റീമേക്കിലൂടെയാണ് സിംഗം സീരീസ് രോഹിത് ഷെട്ടി ഒരുക്കുന്നത്. വിജയ് സേതുപതിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം മഹാരാജ ഹിന്ദിയിലേക്ക്. മഹാരാജയുടെ ഹിന്ദി റീമേക്ക് റൈറ്റ്സ് ബോളിവുഡ് താരം അമീർ ഖാൻ വാങ്ങിയതായി റിപ്പോർട്ട്. ഗജനയ്ക്ക് ശേഷം അമീർ ഖാൻ അഭിനയിക്കുന്ന മറ്റൊരു തമിഴ് ചിത്ര റീമേക്കാണ് മഹാരാജ. തിയേറ്റർ കളക്ഷനിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച മഹാരാജ OTT റിലീസിലും മികച്ച പ്രതികരണം നേടിയിരുന്നു. നാസറും വിനോദ് കിഷനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദി അകാലി OTT പ്ലാറ്റ്ഫോമായ ആഹാ തമിഴിലൂടെ റിലീസ് ചെയ്തു. സ്വയം സിദ്ധ, RJ, ജയകുമാർ, തലൈവാസൽ, വിനോദിനി, യാമിനി, ധരണി റെഡ്ഡി, ഇളവരശൻ തുടങ്ങിയവർ ചിത്രത്തിൽ. മുഹമ്മദ് ആസിഫ് ഹമീദും രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം സാത്താൻ സേവയും അതിന്റെ നിഗൂഢതയും പറയുന്നു.